മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടയിൽ യുവതി മരിച്ച സംഭവം. അപ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുകയാണ്. യുവതിയുടെ ഭർത്താവ് സിറാജുദ്ദീൻ ആംബുലൻസ് വിളിച്ചത് തന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് അനിൽ പറയുന്നു. ശ്വാസം മുട്ടുമൂലം മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. വീട്ടിലെത്തിയപ്പോഴാണ് ഈ സംഭവം മനസ്സിലായതെന്നും ആംബുലൻസ് ഡ്രൈവർ അനിൽ പറഞ്ഞിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള സിറാജുദ്ദീന്റെ അറസ്റ്റ് മലപ്പുറം പോലീസ് ഇന്നിപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്യും. ശാന്തകുമാർ വള്ളാലത്ത് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള ആംബുലൻസ് ഡ്രൈവറിന്റെ വെളിപ്പെടുത്തൽ. മറ്റൊന്ന്, ഈ സിറാജുദ്ദീന്റെ മേലുള്ള പോലീസ് നടപടികൾ. ഇന്നിപ്പോൾ പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് അറിയുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ. തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഈ ആംബുലൻസ് ഡ്രൈവറെ പരിപൂർണമായും തെറ്റിദ്ധരിപ്പിച്ച് തന്നെയാണ് ഈ പെരുമ്പാവൂരിലേക്ക്, മലപ്പുറം ചട്ടിപ്പറമ്പിൽ വെച്ചാണ് ഈ പ്രസവം നടക്കുന്നത്. ഈ വാടക വീട്ടിൽ അവിടെ നിന്നും മരണം സംഭവിക്കുന്നു. തുടർന്ന് ഈ യുവതിയുടെ സ്ത്രീയുടെ വീട്ടിലേക്ക്, പെരുമ്പാവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് പെരിന്തൽമണ്ണയിലെ ആംബുലൻസിനെ ഡ്രൈവർ അനിലിനെ വിളിക്കുന്നത്. അത് ഒരു വയോധികയാണ് മരിച്ചത് എന്നുള്ളതും വീട്ടിലേക്ക് കൊണ്ടുപോകാനാണെന്നും പറയുകയായിരുന്നു. ഈ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ നിലയിലും ഒപ്പം തന്നെ പായയിലെല്ലാം പൊതിഞ്ഞ നിലയിലായിരുന്നു എന്ന് അനിൽ പറയുന്നുണ്ട്. പിന്നീടാണ് ഈ ആംബുലൻസ് പെരുമ്പാവൂരിൽ ഈ യുവതിയുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സംഘർഷം ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോഴാണ് കാര്യങ്ങൾ തങ്ങൾ തന്നെ അറിയുന്നത് എന്നാണ് അനിൽ പറയുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഇത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് എല്ലാം തീരുമാനമെടുക്കാൻ കഴിയുന്നതാണ്. കാരണം ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ടുള്ള അത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നെങ്കിൽ അവയൊന്നും ഈ ആംബുലൻസ് ഡ്രൈവറെ അറിഞ്ഞിരുന്നില്ല. സാധാരണ ഒരു പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായാൽ, ഇല്ലെങ്കിൽ ഒരു മൃതദേഹം കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞാൽ ഈ ആംബുലൻസ് വേഗം എത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ കടമ. അത് മാത്രമാണ് ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവറും ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ അനിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. കാരണം പരിപൂർണമായി ഇത് വാർത്തകളെല്ലാം വന്നപ്പോഴാണ് ഇതിന്റെ ഗൗരവം എല്ലാം മനസ്സിലാകുന്നതെന്നും അനിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പരിപൂർണമായും തെറ്റിദ്ധരിപ്പിച്ച് തന്നെയായിരുന്നു തങ്ങളെ ഈ പെരുമ്പാവൂരിലേക്ക് വിളിപ്പിച്ചത് എന്ന്, കൊണ്ടുപോയത് എന്ന് തന്നെയാണ് അനിൽ ഒരു തടസ്സവുമില്ലാതെ, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ഇപ്പോൾ പറയുന്നത്. ഇയാൾക്ക് മേലുള്ള പോലീസ് നടപടികളുടെ വിശദാംശങ്ങൾ കൂടി ശാന്തകുമാർ. നിലവിൽ സിറാജുദ്ദീൻ എതിരെ കേസ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പെരുമ്പാവൂർ പോലീസാണ്. പക്ഷേ ഈ സംഭവം നടന്നത് മലപ്പുറം ജില്ലയിലായതുകൊണ്ടും ചട്ടിപ്പറമ്പിലായതുകൊണ്ടും ആ കേസ് മലപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇയാളെ ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് കൂടി തന്നെ മലപ്പുറം SP ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ ഏതെല്ലാം രീതിയിലായിരിക്കും, ഏതെല്ലാം വകുപ്പുകൾ ചുമത്തുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം ഇന്ന് SP മാധ്യമങ്ങളോട് പറയുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ശാന്തകുമാർ, വ്യക്തമാണ്.